ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGPയിൽ വരുന്ന ഒരു മൈനർ കോഴ്സാണ് മീഡിയ പ്രാക്ടീസസ് എന്ന് പറയുന്ന പേപ്പർ. 4 മൊഡ്യൂളാണ് ഈ പേപ്പറിലുള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂളാണ് അണ്ടർസ്റ്റാൻഡിങ് ദ മീഡിയ. സോ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് ആണിത്. അഡ്വർടൈസിങ്, ബ്രോഡ്കാസ്റ്റിംഗ്, സൈബർനെറ്റിക്സ്, പ്രൊപ്പഗണ്ട, സെൻസർഷിപ്പ്, വിഷ്വൽ ലിറ്ററസി, മീഡിയ കൺവേർജൻസ്, മീഡിയ ബയസ്, പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീഡിയ, സൈബർ മീഡിയ, ഔട്ട് ഓഫ് ഹോം മീഡിയാസ്, സൈബർ ലോസ് ആൻഡ് ഇന്ത്യൻ സൈബർ ലോസ്. ഇത്രയുമാണ് ഈ ഒരു സിലബസിനകത്ത് വരുന്നത്, മൊഡ്യൂൾ 1-നകത്തുള്ളത്. ഇതെല്ലാം നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, എനിക്ക് ഒരുപാട് സമയം എടുക്കും. സോ നമുക്ക് വളരെ ബ്രീഫായിട്ട് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന കണക്കിന് നോക്കിപ്പോവാം. സോ ആദ്യത്തെ ടോപ്പിക്ക് അഡ്വർടൈസിംഗ് ആണ്. അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടൊരു മൊഡ്യൂൾ തന്നെയുണ്ട്, 3rd മൊഡ്യൂൾ. അഡ്വർടൈസിങ് മാത്രമായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. സോ അവിടെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കും. പക്ഷെ എന്നാലും ഇവിടെ 1-2 കാര്യങ്ങൾ നോക്കിപ്പോകാനുണ്ട്. Advertising is a way of communicating with consumers to promote products, services or ideas. It uses various media platforms such as print, broadcast, digital and out of home. അപ്പോൾ അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ തന്നെ എന്തുവാണ്? പരസ്യങ്ങൾ. എന്തിനാണ് നമുക്ക് പരസ്യങ്ങൾ വേണ്ടത് ഒരു പ്രോഡക്റ്റിന്? കൺസ്യൂമേഴ്സുമായിട്ട് അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്ന ആൾ, ഉപഭോക്താവുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. മേ ബി അത് നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സർവീസിനെ പറ്റിയിട്ടാവാം. ഇപ്പോൾ കാർ സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ പരസ്യങ്ങൾ കാണാറുണ്ട്, വീട് ക്ലീൻ ചെയ്യാൻ വരുന്ന ഡീപ്പ് ക്ലീനിങ് ഏജൻസീസിൻ്റെ പരസ്യങ്ങൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയൊരു ഐഡിയയ്ക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാറുണ്ട്. ഇതെവിടെയാണ് കൂടുതലായിട്ട് നമ്മൾ പരസ്യങ്ങൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻറ്റ് മീഡിയാസ്, ന്യൂസ് പേപ്പറിലും മാഗസീൻസിലൊക്കെ കാണുന്നുണ്ട്, TV-യിൽ, റേഡിയോയിൽ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ പേജസ്, വെബ്സൈറ്റ്സ്, ബിൽ ബോർഡ്സ്, പോസ്റ്റേഴ്സ്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും പരസ്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടാണ് ആൾക്കാരിലേക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടോ ഐഡിയനെ പറ്റിയിട്ടോ സർവീസിനെ പറ്റിയിട്ടോ എത്തിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് നോക്കും. ടൈപ്സ് ഓഫ് അഡ്വർടൈസിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ അഡ്വർടൈസിങ്സ് ഉണ്ട്. അതാണ് പ്രിൻ്റ് ആഡ്സ്, TV കൊമേഴ്ഷ്യൽസ്, റേഡിയോ ജിംഗിൾസ്. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന കൈൻഡ് ഓഫ് സാധനങ്ങളാണ്. പ്രിൻ്റ് ചെയ്ത പേപ്പർ, ഇപ്പോൾ പത്രത്തിൻ്റെ കൂടെയൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിലോ ഒക്കെ വരുന്ന കാര്യങ്ങളെ പ്രിൻ്റ് ചെയ്ത് പരസ്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. TV-യിൽ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസിൻ്റെ ഇടയിൽ എപ്പോഴും നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട്. റേഡിയോയിൽ ഓരോ പ്രോഗ്രാംസിൻ്റെ ഇടയിലും അനൗൺസ്മെൻറ്റ്സ് പോലെ പരസ്യങ്ങൾ വരാറുണ്ട്. ഇതാണ് ട്രഡീഷണൽ വേസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്. ഇനി പുതിയതൊന്നാണ് ഡിജിറ്റൽ അഡ്വർടൈസിങ്. ഇതിനകത്ത് വരുന്നത് സോഷ്യൽ മീഡിയ ആഡ്സ് വരും, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മാർക്കറ്റിങ്, യൂട്യൂബ് ആഡ്സ്. 3 കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയ കയറുമ്പോഴത്തേക്കും പോപ്പ് ചെയ്ത് വരുന്ന കണക്കിന് പരസ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഏതെങ്കിലും പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നതായിട്ട് വരും. യൂട്യൂബിൽ സ്കിപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രത്തോളം പരസ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇതെല്ലാം ഡിജിറ്റൽ അഡ്വർടൈസിങ്ങിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനിയുള്ളൊരു സാധനമാണ് ഗൊറില്ല അഡ്വർടൈസിങ്. ഇത് ക്രിയേറ്റീവായിരിക്കും. അൺകൺവെൻഷണൽ മെത്തേഡ്സ് ടു സർപ്രൈസ് കസ്റ്റമേഴ്സ്. നമ്മൾ വിചാരിക്കാതെ ഇരിക്കുന്ന സമയത്ത് പരസ്യം വരുന്നതിനെയാണ് ഗൊറില്ല അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം ഫ്ലാഷ് മോബ്സ്. പെട്ടെന്ന് കുറച്ച് ആൾക്കാർ ഡാൻസ് കളിച്ചിട്ട് അവസാനം പ്രോഡക്റ്റിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ആർട്ട്, ഒരു തെരുവിൽ പോയിട്ട് നമ്മൾ നാടകമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുന്നതാണ് ഗൊറില്ല അഡ്വർടൈസിങ്ങിനകത്ത് വരുന്നത്. പിന്നെ നേറ്റീവ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പോൺസർ കണ്ടന്റ് ദാറ്റ് ബ്ലെൻഡ്സ് വിത്ത് നോർമൽ കണ്ടന്റ്, എക്സാമ്പിൾ പെയ്ഡ് ആർട്ടിക്കിൾസ് ഓൺ ന്യൂസ് വെബ്സൈറ്റ്സ്. സോ നമ്മൾ പൈസ കൊടുത്ത് പരസ്യം ഇറക്കുന്നത്. സോ ഇത് പ്രിൻ്റ് മീഡിയയിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഒരു ലൊക്കാലിറ്റി ഫുൾ എത്തും. ന്യൂസിൻ്റെ വെബ്സൈറ്റ്സിനകത്ത് വരും. ഇപ്പോൾ പത്രം എന്നുള്ളതിനേക്കാളും ഉപരി ന്യൂസ് ഏജൻസിക്കാർക്കൊക്കെ ഉള്ള വെബ്സൈറ്റിനകത്താണ് നമ്മുടെ പരസ്യം വരിക. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തും. ഇനി അഡ്വർടൈസിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ബിസിനസ് ബട്ട് എത്തിക്കൽ കൺസേൺസ് അറൈസ് വെൻ ആഡ്സ് ആർ മിസ്ലീഡിങ് ഓർ പ്രൊമോട്ട് അൺഹെൽത്തി ഹാബിറ്റ്സ്. സോ നമ്മൾ ഈ പരസ്യം പറയുന്നത് തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കൺസേൺസ് എറേസ് ചെയ്യുന്ന കാര്യമാണ്. അല്ലാത്ത പക്ഷം പരസ്യങ്ങളുണ്ടെങ്കിൽ പ്രോഡക്റ്റ്സൊക്കെ നല്ല രീതിയിൽ വിറ്റ് പോകാൻ അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് നമ്മുടെ ടോപ്പിക്കാണ് ബ്രോഡ്കാസ്റ്റിംഗ്. Broadcasting is the transmission of audio and video content to a large audience via radio, television or the internet. ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മുടെ ഓഡിയോ ആവട്ടെ വീഡിയോ കണ്ടൻ്റ് ആവട്ടെ എത്തിക്കാൻ പറ്റുന്നതിനെയാണ് ഏതിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ, ടെലിവിഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ ആൾക്കാരിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത്, അതായത് വെറുതെ നമുക്ക് പേപ്പറിൽ എഴുതി കാണിക്കുന്നതല്ല, നമ്മൾ ഒരു സാധനം റെക്കോർഡ് ചെയ്തിട്ട് ഇൻ്റർനെറ്റിലൂടെയാണ്
എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ വരുന്നത്. ഇപ്പോൾ റേഡിയോയിലൊക്കെ ഇൻ്റർനെറ്റ് എന്നല്ല, നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി വേവ്സ് ഇപ്പോൾ ഏതോ ഒരു പുതിയ രൂപത്തിലാക്കി അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുക. അതിൻ്റെ ടൈപ്സാണ് റേഡിയോ, FM സ്റ്റേഷൻ ആൻഡ് AM സ്റ്റേഷൻ. FM സ്റ്റേഷൻസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. AM സ്റ്റേഷൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വൈഡ് ഏരിയ കവർ ചെയ്യും, പക്ഷേ ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്വാളിറ്റി അത്ര നന്നായിട്ടുണ്ടാവില്ല. നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ എല്ലാം AM സ്റ്റേഷൻസ് ആണ്. FM സ്റ്റേഷൻസിന് ഉദാഹരണം നമുക്കിവിടെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ക്ലബ് FM, റെഡ് FM, റേഡിയോ മിർച്ചി, അതെല്ലാം FMസിൻ്റെ ഉദാഹരണങ്ങളാണ്. പിന്നെ ഓൺലൈൻ റേഡിയോസ് ഉണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്. പോഡ്കാസ്റ്റൊക്കെ എല്ലാവരും കേൾക്കുന്നതായിരിക്കും. ആൾക്കാർ വീട്ടിലിരുന്നിട്ട് തന്നെ ലൈവായിട്ട് സംസാരിച്ച് അതിൻ്റെ ഓഡിയോസ് കേൾക്കാൻ പറ്റുന്നതിനാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുക. ദെൻ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. ന്യൂസ് ചാനൽസ്, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്, സ്പോർട്സ് ടെലികാസ്റ്റ്. IPL ഒക്കെ നടക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, സ്പോർട്സ് ചാനൽസൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു മാച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ചാനൽസ് ഉണ്ട്, സ്റ്റാർ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസിന് മ്യൂസിക് ചാനൽസ് ഉണ്ട്, അല്ലാണ്ട് കോമഡീസ് മാത്രം വരുന്ന ചാനൽസ് ഉണ്ട്. പിന്നെ ന്യൂസ് ചാനൽസ് ഉണ്ട്, ഇഷ്ടംപോലെ ന്യൂസ് ചാനൽസ് ഉണ്ട്. സോ ഇതെല്ലാം ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഉദാഹരണമാണ്. ഇനിയുള്ള ഒരെണ്ണമാണ് ലൈവ് സ്ട്രീമിംഗ്. എവിടേക്കാണ് നമുക്ക് ലൈവ് സ്ട്രീമിങ്സ് നടത്താൻ പറ്റുക? യൂട്യൂബ്, ഫേസ്ബുക്ക് ലൈവ്, ട്വിച്ച്, ഇങ്ങനെയൊക്കെ നമുക്ക് അപ്പം നടക്കുന്ന കാര്യം ആൾക്കാരിലേക്ക് ലൈവായിട്ട് എത്തിക്കാൻ പറ്റും. അതിനെയാണ് ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സൈബർനെറ്റിക്സ്. Cybernetics is the study of communication and control in machines, living beings and systems. It focuses on how information flows and influences decisions. So cybernetics എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. ഇവരെന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെയും കൺട്രോളിനെയും പറ്റിയിട്ട്. അത് മെഷീൻസിലാവട്ടെ, ലിവിങ് ബീയിങ്സിലാവട്ടെ, ഏതെങ്കിലും സിസ്റ്റത്തിലാവട്ടെ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നുണ്ട്, ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ അപ്പോഴേക്കും ഹാപ്പൻ ആയി കഴിയുമോ? ഞാൻ എന്തോ ഒരു കാര്യം വായിച്ച് ഞാനത് മനസ്സിലാക്കി ഞാൻ പറയുവാണ്, അത് വേറൊരാൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളത് മനസ്സിലാക്കി അതിന് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് അത് കമ്മ്യൂണിക്കേഷൻ ആവുന്നത്. സോ ഇതിൻ്റെ ഒരു ഫ്ലോയിനെ പറ്റിയിട്ടും എങ്ങനെയാണ് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്, ഇൻഫർമേഷൻ അറിഞ്ഞു കഴിഞ്ഞാലും അറിയാത്തപ്പോഴൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഡിസിഷൻസ് എടുക്കുന്നതിനെ അത് ബാധിക്കുന്നത്, ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്നതിനാണ് സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് മെഷീൻസിൻ്റെയും ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ഇടയിലുള്ള സംസാരത്തിനെ പറ്റിയിട്ടും പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു മെഷീന് എന്താ പറയുക, കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മളൊരു മെഷീനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, തിരിച്ച് ആ മെഷീൻ നമുക്ക് എങ്ങനെയാണ് റിപ്ലൈ തരുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിക്കുന്നതും സൈബർനെറ്റിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരിക. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത് AI എല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന്, ഇപ്പോൾ വാട്സപ്പിലാവട്ടെ മെറ്റ AI എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു വലിയൊരു പാസേജ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. റോബോട്ടിക്സ് ഉദാഹരണമായിട്ട് പറയാം. ഗൂഗിൾ സെർച്ച് നമ്മുടെ ആൽഗരിതം പഠിച്ചെടുക്കും. നമ്മൾ 1-2 തവണ ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് അത് കാണിക്കും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ചാനലിൻ്റെ വീഡിയോസ് ഒന്നിൽ കൂടുതൽ തവണ കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് സജഷൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ AI അസിസ്റ്റൻസ് ആയിട്ടുള്ള സിറി, അലക്സ, ഇതെല്ലാം അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ചില ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക്സ് തന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബഗ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ വൈറസ് സ്കാൻസൊക്കെ ചെയ്തിട്ട് ആ ബഗിനെയൊക്കെ മാറ്റാൻ പറ്റുന്ന ലെവലിലുണ്ട്. പിന്നെ ബയോളജിക്കൽ സൈബർനെറ്റിക്സിൻ്റെ ഉദാഹരണമാണ് ബോഡിയിൽ നമുക്ക് ടെമ്പറേച്ചർ നോക്കാൻ പറ്റുന്ന സാധനമല്ല, അത് നമ്മുടെ ബോഡിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്ര ഡിഗ്രി പനിയുണ്ട് അല്ലെങ്കിൽ പനിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നതും സൈബർനെറ്റിക്സിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ടോപ്പിക്കാണ് പ്രൊപ്പഗണ്ട. പ്രൊപ്പഗണ്ട എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും എല്ലാവരും ആ വാക്ക്. പ്രൊപ്പഗണ്ട ഈസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ, ഓഫൻ ബയസ്ഡ് ഓർ മിസ്ലീഡിങ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ പൊളിറ്റിക്സ്, അഡ്വർടൈസിങ് ആൻഡ് വാർ സ്ട്രാറ്റജീസ്. സോ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്, അത് മാത്രമേ ആൾക്കാർ മനസ്സിലാക്കാവൂ, അതിൻ്റെ കംപ്ലീറ്റ് ട്രൂത്ത് ഒന്നും ഞാൻ പുറത്ത് പറയത്തില്ല, എനിക്ക് എന്താണ് നിങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളത് ആ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ മാത്രം സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. ഇത് മിക്കപ്പോഴും എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും ഇത് മിസ്ലീഡിങ്ങും ആയിരിക്കും, ബയസ്ഡും ആയിരിക്കും.
എനിക്കിഷ്ടമുള്ളൊരു കമ്പനീനെ പറ്റി ഞാൻ എപ്പോഴും പുകഴ്ത്തി പറയുന്നതോ അല്ലെങ്കിൽ അവർ ആണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് അവിടേക്ക് എത്തിക്കാൻ നോക്കുന്നതൊക്കെയാണ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയുടെ ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പ്രൊപ്പഗണ്ട, വാർ പ്രൊപ്പഗണ്ട എന്നൊക്കെ പറയാൻ പറ്റും. പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രൊപ്പഗണ്ടയാണ്. അവരെപ്പോഴും റൂളിംഗ് പാർട്ടീസ് എപ്പോഴും എന്താ ചെയ്യുക, അവരുടെ പ്രൊപ്പഗണ്ട എന്താണ്, അവരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റൂളിംഗ് പാർട്ടി എന്ന് പറയുന്നതാണ് അവരുടെ പ്രൊപ്പഗണ്ട. എന്നാൽ ഒപ്പോസിഷൻ്റെ പ്രൊപ്പഗണ്ട എന്താണ്, ഇവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറയുന്നതാണ് ഒപ്പോസിഷൻ്റെ പ്രൊപ്പഗണ്ട. സോ അതാണ് ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയ്ക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. ജസ്റ്റ് അൺബയസ്ഡ് ഒപ്പീനിയൻ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ സോ ദാറ്റ് ദേ വിൽ ബിലീവ് ദി പേഴ്സൺ ഹൂ ഇസ് സ്പ്രെഡിങ് ദി ഇൻഫർമേഷൻ. കൊമേഴ്ഷ്യൽ പ്രൊപ്പഗണ്ട അത് ബിസിനസ്സുകാർ അവരുടെ പ്രോഡക്റ്റാണ് ഏറ്റവും നല്ലതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗണ്ടാസാണ്. സോ ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ബ്രാൻഡുകാർ അവർ തന്നെ ഒരു സർവേ നടത്തിയതായിട്ട് പറഞ്ഞിട്ട് അവസാനം ആ സർവേയുടെ റിസൾട്ട് എന്തായിരിക്കും, അവരാണ് ഏറ്റവും നല്ല ബ്രാൻഡ് എന്ന് എല്ലാവരും പറയുന്നു. ലെറ്റ്സ് ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കമ്പനിയുണ്ട്, ബിസ്ക്കറ്റ് കമ്പനിയുടെ പേര് ക്രഞ്ചി എന്നൊരു ബിസ്ക്കറ്റ് കമ്പനി ഉണ്ടെന്ന് കരുതുക. അവരൊരു സർവേ നടത്തിയതായിട്ട് പ്രഖ്യാപിച്ചിട്ട് ആ സർവേയിൽ എല്ലാവരും വോട്ട് ചെയ്തത് ഈ ബിസ്ക്കറ്റാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ നമ്മളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നു. ഇതൊക്കെ പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊപ്പഗണ്ട കാണുമ്പോഴത്തേക്കും ഓക്കെ മേ ബി ഈ ബിസ്ക്കറ്റ് ഇത്രയും നല്ലതാണല്ലോ, എന്നാൽ നമുക്കിത് കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും ഇത് വാങ്ങാൻ തുടങ്ങും. സോ അതാണ് ഒരു കൊമേഴ്ഷ്യൽ പ്രൊപ്പഗണ്ടയ്ക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. ദെൻ വി ഹാവ് വാർ പ്രൊപ്പഗണ്ട. സോ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഒട്ടും ശരിയല്ല. സോ വി ഹാവ് ടു ഡു ദിസ് വാർ എന്ന് പറഞ്ഞിട്ട് ഒരു വാർ മോങ്കറിങ് കൈൻഡ് ഓഫ് സാധനമാണ് വാർ പ്രൊപ്പഗണ്ടയ്ക്കകത്ത് വരുന്നത്. ചില സമയത്ത് പ്രൊപ്പഗണ്ടാസ് എല്ലാം നമുക്ക് ഈ ഒരു ക്യാമ്പയിൻസ് പോലെ കൊണ്ടുവന്ന് അവയർനെസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ മിക്കപ്പോഴും അതെല്ലാം ആൾക്കാരുടെ പെർസെപ്ഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലെവലിൽ പോകുന്നു. അതുകൊണ്ടാണ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെൻസർഷിപ്പ്. ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സെൻസർഷിപ്പ് ഈസ് ദ കൺട്രോൾ ഓർ സപ്രഷൻ ഓഫ് സ്പീച്ച്, മീഡിയ ഓർ ഇൻഫർമേഷൻ ദാറ്റ് അതോറിറ്റീസ് കൺസിഡർ ഇൻഅപ്രോപ്രിയേറ്റ്, ഒഫൻസീവ് ഓർ ഡേഞ്ചറസ്. സോ സെൻസർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സെൻസർ ബോർഡ് എന്നൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അവർ എന്താണ് അവർ ചെയ്യുന്നത്, അവർ നമ്മൾ പറയുന്ന സ്പീച്ചിനെ ആവട്ടെ, നമ്മുടെ മീഡിയ ആവട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം, അതാണ് മീഡിയ എന്ന് വരുന്നത്, നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ആവട്ടെ, ഇതിനെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് സപ്രസ് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുറത്തോട്ട് വിടാൻ സമ്മതിക്കത്തില്ല. ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്, ഒഫൻസീവ് ഓർ ഡേഞ്ചറസ്. ഈ ചില ആൾക്കാർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെയൊക്കെ മോശമാക്കുന്ന ലെവലിൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാത്ത ലെവലിൽ സംസാരിക്കുക, അൺപാർലമെൻ്ററി ആയിട്ടുള്ള വേർഡ്സ്, അതായത് ചീത്തവിളി, തെറിവിളി അങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യുക, വളരെ മോശപ്പെട്ട ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് സെൻസർഷിപ്പ് വരുന്നത്. ഇപ്പം സിനിമയൊക്കെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് വയലൻസ് സീനൊക്കെ എന്ത് ചെയ്യും, സെൻസർ ബോർഡ് കട്ട് ചെയ്യും. സോ അത് തന്നെയാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടോ ഒഫൻസീവ് ആയിട്ടോ ഡേഞ്ചറസ് ആയിട്ടോ ഒക്കെയുള്ള കാര്യങ്ങളെ സപ്രസ് ചെയ്യുന്നതിനെയും കൺട്രോൾ ചെയ്യുന്നതിനെയുമാണ് സെൻസർഷിപ്പ് എന്ന് പറയുക. ഇനി എത്ര ടൈപ്പ് സെൻസർഷിപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് സെൻസർഷിപ്പ് ഉണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ന്യൂസുകളെ, മീഡിയ കണ്ടൻറ്റിനെയൊക്കെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു വലിയ ഇഷ്യൂ വരുന്നുണ്ട്, എവിടെയെങ്കിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. അതിനവർക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. മിസ്ഇൻഫോർമേഷൻസ് ഒന്നും ആൾക്കാരിലേക്ക് എത്തരുതെന്ന് കരുതിയിട്ട് സെൻസർ ചെയ്യാറുണ്ട്. ദെൻ സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ്, പ്ലാറ്റ്ഫോംസ് റെസ്ട്രിക്റ്റിംഗ് ഹാർംഫുൾ ഓർ ഫേക്ക് കണ്ടൻറ്റ്. തെറ്റായ ഒരു കാര്യം നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെൻസർ ചെയ്തിട്ട് ആ കാര്യം പുറത്ത് വിടത്തില്ല. മാത്രമല്ല ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും രീതിയിലുള്ള ഭീഷണികൾ, അതൊന്നും സോഷ്യൽ മീഡിയ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല, റെസ്ട്രിക്റ്റ് ചെയ്യും നമ്മൾ. ദെൻ വി ഹാവ് കോർപ്പറേറ്റ് സെൻസർഷിപ്പ്, കമ്പനി സപ്രസിങ് നെഗറ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് ദംസെൽസ്. ഇതൊരു മോശപ്പെട്ട രീതിയിലുള്ളൊരു സെൻസർഷിപ്പാണ്. കമ്പനികൾ അവരെ പറ്റിയിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായ അറിവുകൾ, ഇൻഫർമേഷൻസ് ഒന്നും പുറത്തുവിടാൻ സമ്മതിക്കത്തില്ല. കാരണം അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ന്യൂസിലൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് മോശമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ആ പ്രോഡക്റ്റുകാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മളിലേക്ക് എത്തിക്കാതെ ആയിരിക്കും അവർ ശ്രമിക്കുക, എത്താതിരിക്കാനാണ് അവർ ശ്രമിക്കുക. ചില സമയത്ത് സെൻസർഷിപ്പ് നല്ലതാണ്, ആൾക്കാർക്ക് വളരെ മോശപ്പെട്ട ചിന്താഗതിയൊക്കെ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. പക്ഷെ ചില സമയത്ത് അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിനെയും ഫ്രീഡം ഓഫ് സ്പീച്ചിനെയൊക്കെ ബാധിക്കുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്.
അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്നത്. വിഷ്വൽ ലിറ്ററസി ഇസ് ദി എബിലിറ്റി ടു ഇൻ്റർപ്രറ്റ് ആൻഡ് അനലൈസ് വിഷ്വൽ മെസ്സേജസ് ലൈക്ക് ഇമേജസ്, ഇൻഫോഗ്രാഫിക്സ് ആൻഡ് വീഡിയോസ്. സോ ലിറ്ററസി നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും നമ്മൾ പറയും കേരളമാണ് നമ്പർ 1 ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. നമ്മൾക്ക് ഒരു അറിവുള്ള ആൾ, അതിനെയാണ് നമ്മൾ ലിറ്ററസി എന്ന് പറയുന്നത്, എഴുത്തും വായനയൊക്കെ അറിയുന്ന ആളിനെ. ഇനി വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജസ് കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള എബിലിറ്റി, അത് കോംപ്രിഹെൻഡ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പിന്നെ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനും അതിനെ അനലൈസ് ചെയ്യാനും പറ്റുന്ന കഴിവിനെയാണ് വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്നത്. അത് ഇമേജസ് ആവാം, ഇൻഫോഗ്രാഫിക്സ് ആവാം. ഇപ്പോൾ നമ്മൾ ഗ്രാഫുകൾ, പൈ ചാർട്ട്, വെൻ ഡയഗ്രാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കുന്ന കഴിവിനെയാണ്, അല്ലെങ്കിൽ വീഡിയോസ്, ഇതിനെയാണ് വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ വിഷ്വൽ അപ്പീലിംഗ്. നമുക്ക് എന്തെങ്കിലും കണ്ട് അതിനെ മനസ്സിലാക്കുന്നതിനെയാണ് വിഷ്വൽ ലിറ്ററസി എന്ന് പറയുക. സോ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്സ്, മൂവീസ്, മീംസ്, ഓൺലൈൻ കണ്ടന്റ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വിഷ്വലി ലിറ്ററേറ്റ് ആയിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു മീം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, നമുക്കതിനെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വളരെ ചെറുപ്പത്തിൽ ബാലരമയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയലോഗ് ഇല്ലാത്ത ചില കോമിക്സ് വരാറുണ്ട്, പിക്ചേഴ്സ് മാത്രമുണ്ട്. അപ്പോൾ നമ്മൾ വിഷ്വൽ ലിറ്ററസി ഉണ്ടെങ്കിൽ മാത്രമേ പിക്ചേഴ്സ് കണ്ടിട്ട് നമുക്കതിൻ്റെ കഥ മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പപ്പൂസ്, ശുപ്പാണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിൽ ഡയലോഗ് ഉണ്ടാകത്തില്ല, ഡയലോഗ് വളരെ കുറവായിരിക്കും. ഇമേജ് കണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലതിൽ ഡയലോഗേ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും മീഡിയയിൽ തരുന്ന മെസ്സേജസിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കാം. പിന്നെ കൃത്യമായിട്ടൊരു ഫോട്ടോ എങ്ങനെ ഇരിക്കും എന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഫേക്ക് ആയിട്ടുള്ള ഇമേജസും മാനിപ്പുലേറ്റഡ് കണ്ടൻറ്റും ഒക്കെ കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഇഷ്ടംപോലെ AI ജനറേറ്റഡ് പിക്ചേഴ്സ് ഉണ്ട്. ചില ആൾക്കാർക്ക് വിഷ്വൽ ലിറ്ററസി എത്രത്തോളം കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ചിത്രങ്ങൾ കണ്ടിട്ട് തന്നെ അവർ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ ഏതിലെ സെലിബ്രിറ്റീസ് സംസാരിക്കുന്ന രീതിയിലൊക്കെ ഉള്ള വീഡിയോസ് വരും. അതൊന്നും ഒറിജിനൽ സാധനങ്ങളായിരിക്കില്ല. ആൾക്കാർ അതൊക്കെ ഒറിജിനലാണെന്ന് കരുതിയിട്ട് ഒരു ഗ്രൂപ്പ് ഹേറ്റ്രഡൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കാണാറുണ്ട്. സോ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്നത് ഏറ്റവും നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഏതാണ് AI ഇമേജ്, ഫേക്ക് ഇമേജ്, ഏതാണ് ഒറിജിനൽ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്ത ടോപ്പിക്കാണ് മീഡിയ കൺവേർജൻസ്. മീഡിയ കൺവേർജൻസ് ഈസ് ദ മെർജിങ് ഓഫ് ഡിഫറെൻറ്റ് മീഡിയ ഫോർമാറ്റ്സ് ഇൻ ടു എ സിംഗിൾ പ്ലാറ്റ്ഫോം. സോ ഒന്നിൽ കൂടുതൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ അല്ലെങ്കിൽ മീഡിയ ഫോർമാറ്റ്സിനെ നമ്മൾ ഒറ്റ പ്ലാറ്റ്ഫോമിനകത്ത് കൊണ്ടുവരുന്നതിനാണ് മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇപ്പം ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻ്റ് മീഡിയമാണ്. അവർക്ക് വെബ്സൈറ്റ്സും ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ ടുഡേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, കാശ് അടച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റലി പത്രം വായിക്കാം. അപ്പോൾ തന്നെ അത് കണ്ടോ ഒരു ഡിജിറ്റൽ മീഡിയയായി, പ്രിൻ്റ് മീഡിയയായി. ഇനി അവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസും ഉണ്ട്. അതായത് ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്രം വായിക്കാൻ പറ്റും. ഇതിനെയാണ് ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത്. They try to include more than one media format into a single platform. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പറാണ്, അവർ പ്രിൻ്റ് മീഡിയയാണ്, പക്ഷെ അവർക്ക് എന്തുണ്ട്? ഒരു ഡിജിറ്റൽ കൗണ്ടർ പാർട്ട് കൂടെ ഉണ്ട്. ദെൻ TV ചാനൽസ് ലൈവ് സ്ട്രീമിംഗ് ഓൺ യൂട്യൂബ്. നമ്മൾ ഈ കാണുന്ന ഒട്ടുമിക്ക ന്യൂസ് ചാനൽസ് ആവട്ടെ, TV ചാനൽസ് ആവട്ടെ, അവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അതും ഒരു കൈൻഡ് ഓഫ് ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ TV എന്ന് പറയുന്നത് ഒരു ബ്രോഡ്കാസ്റ്റ് മീഡിയമാണ്, യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ് മീഡിയമാണ്. രണ്ടും രണ്ട് സാധനങ്ങളാണ്. സോ അതിനെയും ഒന്നിച്ച് കൊണ്ടുവരുന്നുണ്ട്. മൂവീസ് ബീങ് റിലീസ്ഡ് ഓൺ OTT പ്ലാറ്റ്ഫോംസ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, അതൊരു ഉദാഹരണമായിട്ട് പറയാം. മൂവീസ് ആർ മെൻറ്റ് ഫോർ തിയേറ്റേഴ്സ് എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരുന്ന സിനിമകൾ അത് TV വരുമ്പോൾ നമ്മൾ പിന്നീട് കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ് OTT റിലീസ് ഉണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വരിക, ഹോട്ട്സ്റ്റാറിൽ വരിക, ആമസോൺ പ്രൈമിൽ വരിക. ഇതും നമുക്ക് മീഡിയ കൺവേർജൻസിൻ്റെ ഒരു ഉദാഹരണമാണ്. അടുത്തൊരു ടോപ്പിക്കാണ് മീഡിയ ബയസ്. മീഡിയ ബയസ് റെഫേഴ്സ് ടു ദി അൺഫെയർ ഓർ വൺ സൈഡഡ് പ്രസൻറ്റേഷൻ ഓഫ് ന്യൂസ് വിച്ച് ക്യാൻ ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ടൈപ്സ് ഓഫ് ബയസ്. സോ ഓക്കെ, എന്താണ് ബയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബയസ്ഡ് ആവുക എന്ന് പറയും. അതായത് ഒരാളെ നമ്മൾ അൺഫെയർ ആയിട്ട് ഒട്ടും ജസ്റ്റിഫയബിൾ അല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരാളെ നമ്മൾ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് ബയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരാൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ വേറൊരാൾ എത്ര നന്മ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യത്തില്ല, കാരണം എനിക്ക് അയാളെ ഇഷ്ടമല്ല.
ഇതിനെയാണ് നമ്മൾ ബയസ് എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് മീഡിയ ബയസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവർ വൺ സൈഡഡ് ആയിരിക്കും. ഒരു ന്യൂസിൻ്റെ രണ്ട് വശം പറയത്തില്ല, ഒറ്റ വശം. ഇവർക്ക് ഏതാണോ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുന്നത് ആ വശം മാത്രം ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്കും എന്ത് തോന്നും, ആ ഒരു പെർട്ടിക്കുലർ സൈഡിലോട്ട് ആൾക്കാരുടെ ഒരു ഒപ്പീനിയനും ആൾക്കാരുടെ ഒരു ചായ്വും എല്ലാം അങ്ങോട്ട് പോകും. ഇപ്പോൾ ഒരു ന്യൂസിൽ ഏതെങ്കിലും രണ്ട് കുട്ടികൾ തമ്മിലൊരു അടി ഉണ്ടായിട്ടുണ്ടായി എന്ന് വിചാരിക്കുക. ഒരു കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, യഥാർത്ഥ സംഭവം പോലും വേണമെങ്കിൽ വളച്ചൊടിക്കുന്ന ലെവലിൽ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. ഇതിനെയാണ് മീഡിയ ബയസ് എന്ന് പറയുന്നത്. മീഡിയക്കാർ ചെയ്യുന്ന അൺഫെയർ ആയിട്ടുള്ള വൺ സൈഡഡ് പ്രസൻറ്റേഷനെയാണ് മീഡിയ ബയസ് എന്ന് പറയുന്നത്. ഇനി എത്ര രീതിയിലുള്ള ബയസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ബയസ് പറയാൻ പറ്റും. ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ മാത്രം പുകഴ്ത്തി സംസാരിക്കും. നമുക്ക് അങ്ങനത്തെ മീഡിയ ബയസ് ഉള്ള ചാനൽസ് തന്നെ ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയുമായിരിക്കും ഇന്ന ചാനൽ ഇന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു കൈൻഡ് ഓഫ് മീഡിയ ബയസ് ആണ്. ദെൻ കോർപ്പറേറ്റ് ബയസ്, ന്യൂസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബിസിനസ് ഇൻട്രസ്റ്റ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോർപ്പറേറ്റ് കമ്പനി സ്പോൺസർഷിപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് കാണും. അവർ ആ ഒരു കമ്പനിയെ മാത്രം ബൂസ്റ്റപ്പ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു കൾച്ചറൽ ബയസ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ കൾച്ചറിന് അല്ലെങ്കിൽ ഐഡിയോളജീനെ പുകഴ്ത്തി പറയുന്നത്. ഇന്ന കൾച്ചർ നല്ല കൾച്ചറാണ്, ഈ ഒരു ഐഡിയ നല്ലതാണ്. മേ ബി ഏതൊരു മതത്തിൻ്റെ ഐഡിയോളജീസ് ആവാം, അല്ലെങ്കിൽ അല്ലാത്തൊരു തത്വശാസ്ത്രപരമായിട്ടുള്ളൊരു കാര്യമാവാം, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ബയസിൻ്റെ ഉദാഹരണങ്ങളാണ്. നൗ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയ. ഇത് എളുപ്പമാണ്. ഫസ്റ്റ് തിങ് ഈസ് പ്രിൻറ്റ് മീഡിയ. ഇത്രയുള്ളൂ. പ്രിൻറ്റ് മീഡിയ റെഫേഴ്സ് ടു പബ്ലിക്കേഷൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഫിസിക്കൽ ഫോം. ഫിസിക്കൽ ഫോമിൽ, അതായത് നമ്മുടെ കയ്യിൽ കിട്ടും, നമുക്ക് തൊടാൻ പറ്റും, ഇറ്റ് ഈസ് ടാഞ്ചിബിൾ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ഫോമിലുള്ളൊരു സാധനമാണ് പ്രിൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. ഉദാഹരണം എന്തൊക്കെയായിരിക്കും? ന്യൂസ് പേപ്പർ, മാഗസീൻസ്, ബുക്സ്. ഇനി ബ്രോഡ്കാസ്റ്റ് മീഡിയ ഉണ്ട്. അതും നേരത്തെ പറഞ്ഞു, ഡെലിവേഴ്സ് കണ്ടൻറ്റ് ത്രൂ റേഡിയോ, ടി വി ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. ഇതിനാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരേ സമയം ഒത്തിരി പേരുടെ അടുത്തേക്ക് എത്തുന്നത്. ടി വി രണ്ട് ചാനൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ടി വി ഉണ്ട്, റേഡിയോ ഉണ്ട്. അതാണ് ബ്രോഡ്കാസ്റ്റിൻ്റെ ഉദാഹരണമായിട്ട് വരിക. ദെൻ സൈബർ മീഡിയക്കകത്താണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ് എല്ലാം വരുന്നത്. അതിനകത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ബ്ലോഗ്, വെബ്സൈറ്റ്, ഇതൊക്കെ പറയുന്നത്. ഇതെല്ലാം നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം സൈബർ മീഡിയാസിന് ഉദാഹരണമാണ്. സോ മേ ബി വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുന്ന സാധനമാണ്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സൈബർ മീഡിയ. സോഷ്യൽ മീഡിയാസ് എല്ലാം സൈബർ മീഡിയാസ് ആണ്. ഇനി ഈ സിലബസിൽ നമുക്ക് ഏറ്റവും അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഔട്ട് ഓഫ് ഹോം മീഡിയ അഥവാ OOH. ഓക്കെ, ഊഹ് മീഡിയ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഹോം മീഡിയ. ഇറ്റ് റെഫേഴ്സ് ടു അഡ്വർടൈസ്മെൻറ്റ്സ് പ്ലേസ്ഡ് ഇൻ പബ്ലിക് സ്പേസസ്. പബ്ലിക് സ്പേസസിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നത് പോലെ പരസ്യങ്ങൾ വെച്ചേക്കുന്നതിനെയാണ് ഊഹ് മീഡിയ അഥവാ ഔട്ട് ഓഫ് ഹോം മീഡിയ എന്ന് പറയുന്നത്. ഇറ്റ് റീച്ചസ് പീപ്പിൾ വൈൽ ദേ ആർ ഔട്ട്സൈഡ് ദർ ഹോംസ്. നമ്മൾ വീടിനകത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഔട്ട് ഓഫ് ഹോം മീഡിയാസ് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഔട്ട് ഓഫ് ഹോം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രഡീഷണൽ ഫിസിക്കൽ ആഡ്സ് ആസ് വെൽ ആസ് ഡിജിറ്റൽ ഫോർമാറ്റ്സ്. നമ്മൾ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന തൊടാൻ പറ്റുന്ന ലെവലിലുള്ള ഫിസിക്കൽ പരസ്യങ്ങൾ മുതൽ ഡിജിറ്റലി നമ്മൾ കാണുന്ന പരസ്യങ്ങൾ വരെ ഊഹിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് ടൈപ്പുകൾ പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ബിൽ ബോർഡ്സ്. ലാർജ് റോഡ് സൈഡ് അഡ്വർടൈസ്മെൻറ്റ്സ് സീൻ ഓൺ ഹൈവേ, സ്ട്രീറ്റ്സ് ആൻഡ് ബിൽഡിങ്സ്. നമ്മൾ ഈ വഴിയിൽ പോകുമ്പോഴത്തേക്കും വലിയ ഫ്ലെക്സ് പോലെ ഇരിക്കും. അതിനെയാണ് ഈ ബിൽ ബോർഡ്സ് എന്ന് പറയുന്നത്. ഒത്തിരി വലുപ്പത്തിൽ ഏതെങ്കിലും ഒരു പരസ്യം, ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ആവട്ടെ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ആവട്ടെ, ഇതൊന്നും അല്ലെങ്കിൽ സിനിമകളുടെ വലിയ പോസ്റ്റേഴ്സ് വെച്ചേക്കും. നമ്മൾ തന്നെ പോസ്റ്റേഴ്സ് എന്നാണ് പറയുക. ശരിക്കും അത് ബിൽ ബോർഡ്സ് എന്നാണ് അതിൻ്റെ പേര്. റോഡ് സൈഡിൽ, തെരുവുകളിൽ, സ്ട്രീറ്റുകളിൽ, ബിൽഡിങ്സിൻ്റെ അടുത്തായിട്ടൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന വലിയ സംഭവങ്ങളെയാണ് ബിൽ ബോർഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി പ്രിൻറ്റഡ് ഓർ ഡിജിറ്റൽ LED സ്ക്രീൻസ്. വലിയ LED വേള് വെച്ചിട്ട് അതിൽ കാണുന്നതും അതും ബിൽ ബോർഡ്സിൻ്റെ ഉദാഹരണം തന്നെയാണ്. ദെൻ വി ഹാവ് പോസ്റ്റേഴ്സ് ഓർ ഇലക്ട്രോണിക് പോസ്റ്റേഴ്സ്. Digital screens that displays rotating advertisements found in shopping malls, bus stops and public places. An electronic screen at a movie theatre showing upcoming films. അതാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം. ഇത് ഡിജിറ്റലി നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനം. ഒരു സ്ക്രീനിനകത്ത് നമ്മൾ സാധാരണ പേപ്പറിൽ അല്ലെങ്കിൽ ഒരു പത്രത്തിൽ
ഒരു കഷ്ണം പേപ്പറിൽ നമ്മളൊരു പരസ്യം കാണുന്നത് എങ്ങനെ ഉണ്ടാകുമോ അത് തന്നെ സ്ക്രീനിൽ കാണുന്നതിനെയാണ് ഈ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഷോപ്പിംഗ് മാൾസിൽ കാണാറുണ്ട്. ഇപ്പോൾ ലെൻസ് കാർട്ടിൻ്റെയൊക്കെ പരസ്യം ഇഷ്ടംപോലെ ചെറിയ ചെറിയ പോസ്റ്റർ പോലെ വരുന്ന ഈ LED സ്ക്രീനകത്ത് കാണാറുണ്ട്. ബസ് സ്റ്റോപ്പിനകത്ത് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ട്രെയിൻ ഏതാണെന്ന് കാണിക്കുന്ന ബോർഡിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങൾ വന്നു പോകാറുണ്ട്. നമ്മളൊരു തിയേറ്ററിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാവും ഏതൊക്കെ സിനിമയാണ് വരുന്നത്. സോ തിയേറ്ററിൽ തന്നെ മോൾസിൽ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഏതൊക്കെയാണ് അവിടെയുള്ള മീൽസ് എന്ന് പറഞ്ഞിട്ടും ഈ പോസ്റ്റേഴ്സ് വഴി നമുക്ക് പരസ്യം കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഒന്നാണ് ട്രാൻസിറ്റ് അഡ്വർടൈസിങ്. ഇതെല്ലാം മീഡിയയുടെ ഉദാഹരണങ്ങളാണേ. അതൊന്ന് ഓർത്തോണം. ഇതെല്ലാം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദി ഹോം മീഡിയക്കകത്താണ് വരുന്നത്. ട്രാൻസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്പോർട്ടേഷനുമായിട്ട് അതിൻ്റെ ബന്ധമുണ്ട്. വെഹിക്കിൾസിൻ്റെ പുറത്തോ അകത്തോ വരുന്ന പരസ്യങ്ങളെയാണ് ട്രാൻസിറ്റ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ട്രാവലേഴ്സാണ്. ആ വണ്ടികളിൽ കയറി യാത്ര ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് ഈ പരസ്യങ്ങൾ വരുന്നത്. ഇപ്പം മെട്രോയുടെ പുറത്ത് വരുന്നത്, ബസ്സിൻ്റെ പുറത്ത് വരുന്നത്, നമ്മൾ KSRTC ബസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് വരുന്ന പുതിയ സിനിമകളുടെ പരസ്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, അതുമല്ല ഏതെങ്കിലും പുതിയൊരു ഇവൻറ്റിൻ്റെ പരസ്യങ്ങൾ, ഇതെല്ലാം ബസ്സിൻ്റെ അപ്പുറവുമായിട്ട് ഒട്ടിച്ച് വയ്ക്കുന്നത്, സീരിയലിൻ്റെ പരസ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ബസ്സിൽ കാണുന്നുണ്ട്. ഇതും ഒരു മീഡിയ ആണ്. ട്രാൻസിറ്റ് മീഡിയയുടെ ഉദാഹരണമാണത്. അടുത്തൊരു ടൈപ്പിൽ വരുന്നതാണ് വാൾസ്കേപ്സ് എന്ന് പറയുന്നത്. ലാർജ് സ്കെയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് പെയിൻറ്റഡ് ഓർ ഇൻസ്റ്റാൾഡ് ഓൺ ദി സൈഡ്സ് ഓഫ് ബിൽഡിംഗ് ക്രിയേറ്റ് എ സ്ട്രോങ് വിഷ്വൽ ഇമ്പാക്റ്റ് ഇൻ അർബൻ ഏരിയാസ്. എ ഫാഷൻ ബ്രാൻഡ്സ് മാസീവ് ആഡ് കവറിങ് എ ഹൈ റൈസ് ബിൽഡിംഗ്. സോ ഒത്തിരി പൊക്കമുള്ള ഒരുപാട് നിലകളുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് ഫുൾ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടേക്കും. മേ ബി അത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്നതായിരിക്കാം. ഇതൊക്കെയാണ് വാൾസ്കേപ്സിൻ്റെ ഉദാഹരണം. അതായത് ഒത്തിരിയും ദൂരെ നിന്ന് വരുന്ന ആൾക്ക് കാണുമ്പോൾ തന്നെ, ലുലു മോളിലൊക്കെ നമ്മൾ ദൂരെ നിന്ന് വരുമ്പോഴേക്കും ഒരു ഫുൾ സൈഡിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പരസ്യം വെച്ചിട്ടുണ്ടാവും. ഇതാണ് വാൾസ്കേപ്സിന് ഉദാഹരണം. അതായത് ഒരു സൈഡിലെ വാള് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പരസ്യമാണ് വെച്ചേക്കുന്നത്. സോ അതാണ് വാൾസ്കേപ്സ്. ഇനി അടുത്ത ലാസ്റ്റ് ടൈപ്പ് ഇതാണ് ഡിജിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട് ഓഫ് ദി ഹോമിൽ വരുന്ന വലിയ ഫിസിക്കൽ സാധനങ്ങളല്ലാതെ ഡിജിറ്റലി വരുന്നതിനെയാണ് ഡിജിറ്റൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഇലക്ട്രോണിക് സ്ക്രീൻസ് വരാം, ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേസ്, AI ഉപയോഗിച്ച് കൊണ്ടുവരുന്ന പരസ്യങ്ങൾ, ഇതെല്ലാം വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഉദാഹരണം ഡിജിറ്റൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മാറ്റാൻ പറ്റും. ടൈമിനും വെതറിനും ഓഡിയൻസിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഫിസിക്കൽ സാധനം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടായിരിക്കും നമ്മൾ അവിടെ കൊണ്ടത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും നമുക്കത് മാറ്റിക്കളയാൻ പറ്റത്തില്ല. ഇനി വൈ മീഡിയ ഇസ് എഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ വിസിബിലിറ്റി, ഹാർഡ് ടു ഇഗ്നോർ എസ്പെഷ്യലി ഇൻ ഹൈ ട്രാഫിക് ഏരിയാസ്. ഇത് മെയിൻലി വലിയ ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്നത് ഏതെങ്കിലും ഒരു സിഗ്നലിൻ്റെ ഒക്കെ അടുത്തായിരിക്കും. സോ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് പോട്ടെ 30 സെക്കൻഡ് നമ്മൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ വണ്ടിയായിട്ട് അവിടെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഈ പരസ്യങ്ങൾ കാണുന്നുണ്ട്. സോ അതാണ് അതിൻ്റെ ഒരു ഹൈ വിസിബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കൂട്ടുന്നുണ്ട്. ദെൻ ഒരു ടാർഗറ്റ് റീച്ച് ഉണ്ട്. സ്പെസിഫിക് ലൊക്കേഷൻസ് എൻഷുർ റെലവൻറ്റ് ഓഡിയൻസ് എക്സ്പോഷർ. മേ ബി ഒരു തിയേറ്ററിൻ്റെ അടുത്ത് പോകുന്ന വഴിക്ക് തന്നെ ആ ഒരു സിനിമയുടെ വലിയൊരു പോസ്റ്റർ വെച്ചേക്കും. അപ്പോൾ നമുക്ക് അവിടെ ആ സിനിമയുണ്ട് കണ്ടേക്കാം എന്നൊരു തോന്നൽ വരും. അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ അത് റീച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ 24/7 എക്സ്പോഷർ. ഒരിക്കൽ പോലും അത് മാഞ്ഞു പോകുന്നില്ല, 24 മണിക്കൂർ അവിടെ ഉണ്ട്. സോ അതുവഴി ഒരിക്കലെങ്കിലും കടന്നു പോകുന്ന എല്ലാവരിലേക്കും ആ പരസ്യം എത്തുന്നുണ്ട്. ഇപ്പോൾ TV ആവട്ടെ, ഓൺലൈൻ ആഡ്സ് ആവട്ടെ, അതിനെല്ലാം നമ്മളുടെ ഒരു ഇൻട്രാക്ഷൻ വേണം. നമ്മൾ പോയി TV വെച്ച് പർട്ടിക്കുലർ ചാനൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ പരസ്യം കാണത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഓൺലൈൻ ആഡ്സ്. പക്ഷേ മീഡിയ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, നമ്മൾക്ക് യൂസേഴ്സിന് ഒരു ഇൻട്രാക്ഷനും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിലേക്ക് എന്തെത്തും, ഈ ഒരു മീഡിയയുടെ പരസ്യം എത്തും, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യം എത്തും. ഇത്രയുമാണ് മീഡിയ. സോ ഇത്രയും നമുക്ക് മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് 1 ആയിട്ട് ഇവിടെ വെച്ചേക്കാം. മൊഡ്യൂൾ 1ൻ്റെ ബാക്കി ഇനി വരുന്ന സൈബർ ലോസും ഇന്ത്യൻ സൈബർ ലോസും കൂടെ ഉള്ളൂ. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.